യുഎഇയിൽ ഇറാൻ ആക്രമണത്തിന്റെ 4ാം ദിവസം ആളപായങ്ങളില്ലെന്ന് പ്രതിരോധ മന്ത്രാലയത്തിന്റെ റിപ്പോർട്ട്. 123 ഡ്രോണുകളെയും 11 ബാലിസ്റ്റിക് മിസൈലുകളെയും ഇന്ന് നേരിട്ടു. ഒരു മിസൈൽ മാത്രമാണ് രാജ്യത്ത് പതിച്ചത്. അതേസമയം അജ്മാനിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് മാർച്ച് 6 വരെ ഓൺലൈൻ പഠനം നീട്ടി. യുഎഇ ഓഹരി വിപണികൾ നാളെ മുതൽ സജീവമാകും. യുഎഇയിൽ ഇറാന്റെ ആക്രമണത്തിന്റെ 4ാം ദിവസം ആളപായങ്ങളില്ലെന്നുള്ളത് പ്രതിരോധ മന്ത്രാലയം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. വിവരങ്ങളുമായി ഷിനോജ് ശംസുദ്ദീൻ ചേരുന്നുണ്ട്. ഷിനോജ്, ഇറാന്റെ ആക്രമണങ്ങളെ ശക്തമായി പ്രതിരോധിക്കാൻ യുഎഇക്ക് കഴിഞ്ഞിട്ടുണ്ട്. 123 ഡ്രോണുകളും 11 ബാലിസ്റ്റിക് മിസൈലുകളും ഇന്ന് നേരിട്ടു. പക്ഷേ ഒരു മിസൈൽ മാത്രമാണ് രാജ്യത്ത് പതിച്ചത്. അപ്പോൾ എത്രത്തോളം സുരക്ഷിതമാണെന്നുള്ളത് വ്യക്തമാണ്. അതെ ഹരി, പക്ഷേ ഇന്ന് രാവിലെ ഉണ്ടായ ആക്രമണത്തിൽ ഫുജൈറയിലെ ഒരു ഓയിൽ ഇൻഡസ്ട്രിയൽ സോണില് തീപിടുത്തം ഉണ്ടായിരുന്നു. അത് നേരിട്ടുള്ള മിസൈൽ പതിച്ചതല്ല, മറിച്ച് മിസൈലിന്റെ ഭാഗങ്ങൾ പതിച്ചാണ് തീപിടുത്തം ഉണ്ടായത് എന്ന് അധികൃതർ വിശദീകരിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ അവിടെ തീപിടുത്തം അല്പസമയത്തിനുള്ളിൽ തന്നെ അണയ്ക്കാനും അധികൃതർക്ക് കഴിഞ്ഞു. മറ്റ് പ്രധാന വാർത്തകൾ ഉള്ളത് നാളെ മുതൽ യുഎഇയിലെ ഓഹരി വിപണികൾ സജീവമാകുന്നു എന്നുള്ളതാണ്. കഴിഞ്ഞ 2 ദിവസമായി ഓഹരി വിപണികൾ അടഞ്ഞുകിടക്കുകയായിരുന്നു. അബുദാബി സെക്യൂരിറ്റീസ് എക്സ്ചേഞ്ചും അതേപോലെ തന്നെ ദുബായ് ഫിനാൻഷ്യൽ മാർക്കറ്റും അടഞ്ഞുകിടക്കുകയായിരുന്നു. ഇവ രണ്ടും നാളെ സജീവമാകും. അതോടൊപ്പം നാളെ ഈ 6ാം തീയതി വരെ അജ്മാനിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഓൺലൈൻ വിദ്യാഭ്യാസം ഏർപ്പെടുത്തിയിട്ടുണ്ട്. വിമാന സർവീസുകളുടെ കാര്യത്തിലാണെങ്കിൽ പല സർവീസുകളും നാളെയോ മറ്റന്നാളോ ഉച്ചയ്ക്ക് ശേഷം മാത്രമാണ് ആരംഭിക്കുക. ഷിനോജ്, വാർത്തയിലേക്ക് വരാം.